അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്ത് കഷ്ടം ഇത്തിരി ഇത്രയും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലാകുന്നു റിപ്പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിപ്പോ നടി ശാരദയുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ഇപ്പൊ സിനിമാ ശാരദ മാത്രമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം. കോളേജുകളിൽ, സ്കൂളുകളിൽ, ഫാക്ടറികളിൽ, സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ രീതി പോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നാടിന്റെ ഏറ്റവും വലിയ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മൾ അതിനെ കാണണം. പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, നടീനടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. സർക്കാർ പശ്ചാത്തപിക്കണം, സർക്കാർ അതിന് മറുപടി പറയണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കേസിലേക്ക് പോകേണ്ടതുണ്ടോ? പോക്സോ അടക്കമുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുള്ളത്. അപ്പൊ കേസിലേക്ക് പോകണം. അതൊക്കെ ലീഗലായ കാര്യങ്ങളാണ്. അതൊക്കെ ലീഗൽ ആളുകളോട് അതിന്റെ തീരുമാനം കൽപ്പിക്കാൻ. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് തോന്നുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ വാരി പരിശീലിച്ചിട്ട് നാട് കുട്ടിച്ചോറാക്കണ്ട. അല്ല, ഈ നടിമാരടക്കം വലിയ തോതിലുള്ള